I have a number for which all 5 nearest neighbors are 5 crore. What could the number be? How many such numbers are there? ഈ നമ്പറിൻ്റെ 5 നിയറസ്റ്റ് നെയ്ബേഴ്സും എന്തായിരിക്കും 5 crore ആയിരിക്കും. അങ്ങനെ വരുന്ന ആ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. അതേപോലത്തെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നും കണ്ടുപിടിക്കണം. അതായത് ഇവിടെ മുകളിൽ നമ്മൾ 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഈ നമ്പറിൻ്റെ 5 നിയറസ്റ്റ് നെയ്ബേഴ്സും എന്ത് തന്നെയായിരിക്കും 5 crore ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ആ നമ്പർ ഏതാണ്, അതുപോലത്തെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് എവിടെ തൊട്ടാണ് എടുക്കുന്നത്? 1000 തൊട്ടാണ് എടുക്കുന്നത് അല്ലേ. 1000, 10,000, lakh, 10 lakh, crore. അങ്ങനെ ഈ 5 നിയറസ്റ്റ് നെയ്ബേഴ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസറായിട്ട് കിട്ടണം? ഈ 5 crore തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടണം. അതേപോലത്തെ നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 4 crore 99 lakh 99,000 ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഈക്വൽ ടു 5 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 വരണം. അപ്പോൾ നമുക്കിവിടെ 500 എടുക്കാം അല്ലേ. ഇപ്പോൾ ഇതാ നോക്കിയേ, ഇവിടെ നിയറസ്റ്റ് 1000 എടുത്തു കഴിഞ്ഞാൽ ഇതെന്താകും? ഇതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് നോക്കുമ്പോൾ ഇത് 5 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 10 ആവും. അപ്പോൾ ഇത് 0 ആവും, ഇത് 0 ആവും. വീണ്ടും ആ 0യുടെ 1 ഇവിടെ പോയി 9 + 1 0 ആവും. ഇവിടെ 0 ആകും, ഇവിടെ 0 ആകും, ഇവിടെ 5 ആകും. ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ 0 ആയിട്ട് തന്നെ എഴുതും. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ നിയറസ്റ്റ് 10 എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 crore കിട്ടി. അതേപോലെ നിയറസ്റ്റ് 10,000 എടുത്താലും എന്ത് തന്നെ കിട്ടും? എന്ത് കിട്ടും? ഇവിടെ ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് ഇത് 0 ആകും. ഇതെല്ലാം 9 എല്ലാം 0 ആകും, ഇത് 5 ആകും. ഇവിടെ ബാക്കിയുള്ള ഡിജിറ്റുകൾ നമ്മൾ 0 എന്ന് കൊടുക്കും. അതേപോലെ നിയറസ്റ്റ് ലാക്ക് എടുത്താലും 10 lakh എടുത്താലും ക്രോർ എടുത്താലും എല്ലാം എന്ത് തന്നെയാകും? ഇത് 5 crore തന്നെയാകും. ഇനി ഇവിടെ നമ്മൾ 500 ആണ് എടുത്തത് അല്ലേ. ഇനി 501 എടുത്താലോ? 4 crore 99 lakh 99,501 എടുത്താലും നമ്മൾ നിയറസ്റ്റ് 1000 എടുക്കുന്നതുകൊണ്ട് ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അല്ലേ. അപ്പം നമുക്ക് 5 crore തന്നെ കിട്ടും. ഇനി 502 എടുത്താലും 502 തൊട്ട് 600, 700, 800, 900 അത് കഴിഞ്ഞ് എന്താവും? നമ്മുടെ 5 crore വരും അല്ലേ. അതായത് 4 crore 99 lakh 99,999 കഴിഞ്ഞിട്ട് പിന്നെന്താണ്? 5 crore ആണ് വരിക. ഇനി 5 crore കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നോക്കിയേ, 5 crore കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നമ്മുടെ ഡിജിറ്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് തന്നെ വരും? നമ്മൾ നിയറസ്റ്റ് 1000 എടുക്കുമ്പോൾ നമുക്ക് 5 crore തന്നെ കിട്ടും. എന്തുകൊണ്ടാണ്? ഇവിടെ അടുത്ത ഡിജിറ്റ് <5 ആണ്. <5 ആയതുകൊണ്ട് ഈ 0 നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം 0 ആക്കി എഴുതും. അപ്പോൾ 5 crore തന്നെ കിട്ടും അല്ലേ. അപ്പോൾ ഈ 100ൻ്റെ പ്ലേസിൽ നമുക്ക് <4 വരുന്ന ഡിജിറ്റ് വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 5 crore എവിടെ വരെ എഴുതാം? 499 വരെ നമുക്ക് എഴുതാം. ഇവിടെ വരെ എഴുതി കഴിഞ്ഞാലും നമ്മൾ നിയറസ്റ്റ് 1000 എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 4 <5 ആയതുകൊണ്ട് ഈ ഡിജിറ്റ് <5 ആയതുകൊണ്ട് ഈ 0 അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കി ഡിജിറ്റുകളെ 0 ആക്കി നമുക്ക് 5 crore എന്ന് കിട്ടും. ഇനി നമ്മൾ 5 crore ഇവിടെ 500 ആക്കിയാലോ? 500 ആക്കിയാൽ നമ്മുടെ 5 crore എന്നുള്ള ഡിജിറ്റ് മാറും. എന്തുകൊണ്ടാണ്? ഈ നിയറസ്റ്റ് 1000 എടുക്കുമ്പം തൊട്ടടുത്ത ഡിജിറ്റ് 5 ആണ്. അതുകൊണ്ട് ഇവിടെ 1 ആവും. ഇതെന്തായിട്ട് മാറും? 5 crore 1000 എന്നായിട്ട് മാറും. നമുക്ക് എന്തേ കിട്ടാൻ പാടുള്ളൂ? നിയറസ്റ്റ് 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് എടുക്കുമ്പോഴും 5 crore നമുക്ക് കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ എവിടെ വരെ പറ്റത്തുള്ളൂ? 5 crore 499 വരെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 4 crore 99 lakh 99,500 തൊട്ട് 5 crore
499 വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിയറസ്റ്റ് നെയ്ബേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? നിയറസ്റ്റ് നെയ്ബേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് 5 crore തന്നെ കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ 5 അതായത് നമ്മൾ നിയറസ്റ്റ് 1000 എടുക്കുമ്പോൾ അടുത്ത ഡിജിറ്റ് 5 ഈക്വലോ 5 ഗ്രേറ്ററോ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ പ്ലേസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ളത് ഇങ്ങോട്ടുള്ളത് 0 ആക്കി എഴുതും. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 5 crore കിട്ടും. ഇനി ലെസ് ദാൻ 5 ആണെങ്കിൽ എന്തായി? ഈ ഡിജിറ്റ് നമ്മൾ അതേപോലെ വെച്ചിട്ട് ബാക്കി ഇങ്ങോട്ടുള്ളത് 0 ആക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് 499 വരെയുള്ളത് എടുക്കാം. 500 എടുത്തു കഴിഞ്ഞാൽ ഈ ഡിജിറ്റ് 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 5 crore കിട്ടത്തില്ല. അപ്പോൾ ഏത് റേഞ്ച് തൊട്ട് എവിടെ വരെയുള്ളതാണ്? 4 crore 99 lakh 99,500 തൊട്ട് 5 crore എവിടെ വരെയാണ്? 499 വരെ. ഈ ഒരു റേഞ്ചിൽ വരുന്ന ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പേഴ്സുകൾ മൊത്തത്തിൻ്റെയും 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് എടുത്താൽ എന്തായിരിക്കും? 5 crore തന്നെയായിരിക്കും ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലത്തെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതൂടെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇതിന് മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ലാസ്റ്റ് നമ്പർ എന്താണ്? 5 crore 499 മൈനസ് ഫസ്റ്റ് നമ്പർ ഈസ് 4 crore 99,99,500 പ്ലസ് 1. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്പർ 5 crore 499 മൈനസ് 4 crore 99,99,500. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കണം. 9 - 0 9, 9 - 0 9. ഇവിടെ 4 ആകും, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ എന്താവും? ഇവിടെ 14 ആവും. അപ്പോൾ ഇവിടെ 9 ആയി. 9 - 9 0 0 0 0. അപ്പോൾ എന്ത് കിട്ടി? 999 എന്ന് കിട്ടി. ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? പ്ലസ് 1 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 1000. ഇതേപോലത്തെ അതായത് 5 crore 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് എടുക്കുമ്പോൾ 5 crore ആൻസറായിട്ട് കിട്ടുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 1000 നമ്പേഴ്സ് ഉണ്ട്. അടുത്തത് റോക്സി ആൻഡ് എസ്തു ആർ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് സിമ്പിൾ എക്സ്പ്രഷൻസ് 4,63,128 പ്ലസ് 4,19,682. അപ്പോൾ റോക്സിയും എസും കൂടി ഈ സിമ്പിൾ എക്സ്പ്രഷൻസിൻ്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റോക്സി പറഞ്ഞു ദ സം ഈസ് നിയർ 8 lakh ആൻഡ് ഈസ് മോർ ദാൻ 8 lakh. ഇത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് 8 lakhന് നിയറുമാണ്, 8 lakhനെക്കാട്ടിൽ കൂടുതലുമാണ് എന്ന് പറഞ്ഞു. ഏസ്തു പറഞ്ഞു ദ സം ഈസ് നിയർ 9 lakh ആൻഡ് ഈസ് ലെസ് ദാൻ 9 lakh. ഏസ്തു എന്താ പറഞ്ഞത്? സം എന്ന് പറയുന്നത് 9 lakhൻ്റെ നിയറാണ്, അത് 9 lakhനെക്കാട്ടിൽ ലെസ് ദാനുമാണ് എന്ന് പറഞ്ഞു. ആർ ദീസ് എസ്റ്റിമേറ്റ്സ് കറക്റ്റ്? ഹൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദി സം? ഈ എസ്റ്റിമേറ്റ്സ് കറക്റ്റ് ആണോ? ആരുടേതാണ് സമ്മിനോട് ക്ലോസർ ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഈ രണ്ട് നമ്പേഴ്സാണ് ആഡ് ചെയ്യുമ്പോൾ 8 lakhനെക്കാട്ടിൽ കൂടുതലാണ് എന്ന് റോക്സി പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 4,63,128 പ്ലസ് 4,19,682. 8 + 2 10,
remainder 1, 8 plus 2, 10 plus 1, 11, remainder 1, 6, 7, 8, 9 plus 3, 12, 6, 7, 8, 4 plus 4, 8. അപ്പോൾ 8,82,810 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നോക്കിയേ, റോക്സി എന്താ പറഞ്ഞത്? 8 lakhന് നിയറാണ്, 8 lakhനെക്കാട്ടിൽ കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 8 lakhനെക്കാട്ടിൽ കൂടുതലാണ് അല്ലേ? പക്ഷേ 8 lakhനോട് നിയർ എന്ന് പറയാൻ 82,000 കൂടുതലുണ്ട്. എന്നാലും 8 lakhനെക്കാട്ടിൽ കൂടുതലാണ്, 8 lakhനോട് നിയറുമാണ് എന്ന് നമുക്ക് പറയാം. അടുത്തത് ഏസ്തു പറഞ്ഞു, ദ സം ഈസ് നിയർ 9 lakh ആൻഡ് ലെസ് ദാൻ 9 lakh. 9 lakhന് നിയറുമാണ്, 9 lakhനെക്കാട്ടിൽ കുറവുമാണ്. അപ്പോൾ ഏസ്തു പറഞ്ഞതും കറക്റ്റാണ്. 9 lakhനെക്കാട്ടിൽ കുറവാണ് 8,82,810. അതേപോലെ 9 lakhന് നിയറുമാണ്. അപ്പോൾ ഈ സം ആര് പറഞ്ഞതിനോടാണ് ക്ലോസർ ആയിട്ടുള്ളത്? ഏസ്തു പറഞ്ഞതിനോടാണ് അല്ലേ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8,82,000 9 lakhനോടാണ് ക്ലോസർ ആയിട്ടുള്ളത്. 8 lakhുമായിട്ട് 82,000 ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ 9 lakhുമായിട്ട് 18,000 ഡിസ്റ്റൻസേ വരത്തുള്ളൂ അല്ലേ? അപ്പോൾ ആര് പറഞ്ഞതാണ് കറക്റ്റ്? ഹൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദ സം? ഏസ്തൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദി സം. ആർ ദീസ് എസ്റ്റിമേറ്റ്സ് കറക്റ്റ് എന്നുള്ളതിന് എന്തെഴുതാം? യെസ് എന്ന് എഴുതാം. അടുത്തത്, വിൽ ദ സം ബി ഗ്രേറ്റർ ദാൻ 8,50,000 ഓർ ലെസ് ദാൻ 8,50,000? വൈ ഡു യു തിങ്ക് സോ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമ്മ് 8,50,000-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? 8,82,000 8,50,000-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. ദ സം ഈസ് ഗ്രേറ്റർ. സം ഈസ് ഗ്രേറ്റർ ദാൻ 8,50,000. വൈ ഡു യു തിങ്ക് സോ? എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ എത്രയാണ്? 8,82,810 ആണ്. ഇതിനെ നമുക്ക് 10,000 വെച്ചൊന്ന് എസ്റ്റിമേറ്റ് ചെയ്താൽ ഇതെന്ത് കിട്ടും? 10,000-ൻ്റെ പ്ലേസ് ഇതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇത് 8 എന്ന് തന്നെ എഴുതിയിട്ട് ബാക്കിയുള്ളതെല്ലാം 0 ആവും. അപ്പോൾ എന്തായി? 8,80,000 എന്ന് കിട്ടി. 8,80,000 ഈസ് ഗ്രേറ്റർ ദാൻ 8,50,000 അല്ലേ? അടുത്തത്, വിൽ ദ സം ബി ഗ്രേറ്റർ ദാൻ 8,83,128 ഓർ ലെസ് ദാൻ 8,83,128? വൈ ഡു യു തിങ്ക് സോ? അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സമ്മ് കിട്ടിയത് എത്രയായിരുന്നു? 8,82,810 ആയിരുന്നു നമുക്ക് നമ്മുടെ സമ്മ് കിട്ടിയത്. ഇത് ഈ 8,83,128-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 883,000-നേക്കാട്ടിൽ എന്താണ്? ലെസ് ആണ് അല്ലേ? 8,82,000 8,83,000-നേക്കാട്ടിൽ ലെസ് ആണ്. നോക്കിയേ, ഇവിടെ 8,83,128-ഉം 8,82,810-ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 8 - 0 ഈസ് 8, 2 - 1 ഈസ് 1. ഇവിടെ കട്ടായിട്ട് 2 ആവും, ഇവിടെ 11 ആവും. അപ്പോൾ 11 - 8 ഈസ് 3, 2 - 2 ഈസ് 0. ഇവിടെ എത്രൻ്റെ ഡിഫറൻസ് ഉണ്ട്? രണ്ടും കൂടെ ചെയ്തപ്പോൾ നമുക്ക് 318 നമുക്ക് കിട്ടി. അതായത് 8,82,810-നേക്കാട്ടിൽ 318 കൂടുതലാണ് 8,83,128-ന്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 8,82,810 ഈസ് ലെസ് ദാൻ 8,83,128 എന്ന് നമുക്ക് പറയാം. അടുത്തത്, എക്സാക്റ്റ് വാല്യൂ ഓഫ് 4,63,128 പ്ലസ് 4,19,628. രണ്ടും കൂടെ ചെയ്തപ്പോൾ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 8,82,810 ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14,63,128 മൈനസ് 4,90,020. Roxy, the difference is near 10 lakh and is less than 10 lakh.
അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിൽ റോക്സി പറഞ്ഞു ഡിഫറൻസ് 10 ലാഖിന് നിയറും 10 ലാഖിനെക്കാട്ടിൽ കുറവുമാണ് എന്ന് പറഞ്ഞു. യേസു എന്താ പറഞ്ഞത്? ദ ഡിഫറൻസ് ഈസ് നിയർ 9 ലാഖ് ആൻഡ് ഈസ് മോർ ദാൻ 9 ലാഖ്. യേസ്തു പറഞ്ഞു 9 ലാഖിനെക്കാട്ടിൽ കൂടുതലാണ്, 9 ലാഖിനോട് അടുത്താണ് എന്ന് പറഞ്ഞു. റോക്സി പറഞ്ഞു 10 ലാഖിൻ്റെ അടുത്താണ്, പക്ഷേ 10 ലാഖിനെക്കാട്ടിൽ കുറവാണ് എന്നും പറഞ്ഞു. ആർ ദീസ് എസ്റ്റിമേറ്റ്സ് കറക്റ്റ്? ഹൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദി ഡിഫറൻസ്? ആരുടെ എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ്? ഈ ഡിഫറൻസിനോട് ക്ലോസർ ആയിട്ടുള്ളത് ആരാണ് എന്നും പറയണം. ഓക്കെ, നമുക്കിതൊന്ന് സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം. 14,63,128 minus 4,90,020. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8, 0, 1, 3, ഇവിടെ കട്ട് ചെയ്ത് 3 ആവും, ഇവിടെ 16 ആവും. അപ്പോൾ 7, 13 minus 4 is 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9,73,108 എന്ന് കിട്ടി. റോക്സി എന്താ പറഞ്ഞത്? ഡിഫറൻസ് ഈസ് നിയർ 10 ലാഖ് ആൻഡ് ഈസ് ലെസ് ദാൻ 10,000. 9,73,000 10 ലാഖിനെക്കാട്ടിൽ കുറവാണ്, 10 ലാഖിനോട് അടുത്തുമാണ്. യേസ്തു പറഞ്ഞത് 9 ലാഖിന് നിയറുമാണ്, 9 ലാഖിനെക്കാട്ടിൽ കൂടുതലുമാണ്. രണ്ടുപേരും പറഞ്ഞത് എന്താണ്? രണ്ടുപേരും പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് യെസ് എന്ന് പറയാം. ഹൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദ ഡിഫറൻസ്? ആരുടേനോടാണ് ക്ലോസർ ആയിട്ടുള്ളത്? ഈ 9,73,000 ക്ലോസർ ആയിട്ടുള്ളത് 10 ലാഖിനോടാണ് അല്ലേ? അപ്പോൾ ആര് പറഞ്ഞതിനോടാണ് ക്ലോസർ? റോക്സിയുടെ എസ്റ്റിമേഷനോടാണ് ക്ലോസർ ആയിട്ടുള്ളത്. അടുത്തത്, വിൽ ദ ഡിഫറൻസ് ബി ഗ്രേറ്റർ ദാൻ 9,50,000 ഓർ ലെസ് ദാൻ 9,50,000? വൈ ഡു യു തിങ്ക് സോ? അപ്പോൾ ഡിഫറൻസ് 9,50,000-നെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഡിഫറൻസ് എന്താ നമുക്ക് കിട്ടിയത്? 9,73,108. ഇവിടെ 9,50,000. വിച്ച് ഈസ് ഗ്രേറ്റർ? അവർ ഡിഫറൻസ് ഈസ് ഗ്രേറ്റർ അല്ലേ? വൈ ഡു യു തിങ്ക് സോ? അപ്പോൾ ഇതിനെ നമുക്ക് 10,000-ൻ്റെ പ്ലേസിൽ എസ്റ്റിമേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 9,70,000 എന്ന് കിട്ടും. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 9,50,000 അല്ലേ? 9,70,000 ഈസ് ഗ്രേറ്റർ ദാൻ 9,50,000. അടുത്തത്, വിൽ ദ ഡിഫറൻസ് ബി ഗ്രേറ്റർ ദാൻ 9,63,128 ഓർ ലെസ് ദാൻ 9,63,128? നമ്മുടെ ഡിഫറൻസ് 9,73,108 ആയിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 9,63,128 ആണ്. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് ഇതിനെക്കാട്ടിൽ എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലേ? നമ്മളിതിനെ 10,000-ൻ്റെ പ്ലേസിൽ എസ്റ്റിമേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 9,70,000 എന്ന് കിട്ടും. ഇതിനെ ചെയ്താൽ 9,60,000 എന്നും കിട്ടും അല്ലേ? ഇവിടെ 10,000-ൻ്റെ പ്ലേസ് ഇതാണ്, അടുത്ത ഡിജിറ്റ് 3 ആണ്. 3 is less than 5, അതുകൊണ്ട് 6 അതുപോലെ എഴുതിയിട്ട് ബാക്കിയെല്ലാം 0 ആക്കും. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? 9,70,000 ഈസ് ഗ്രേറ്റർ ദാൻ 9,60,000. അടുത്തത്, എക്സാക്റ്റ് വാല്യൂ ഓഫ് ഈ രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സാക്റ്റ് വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എക്സാക്റ്റ് വാല്യൂ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 9,73,108 ആയിരുന്നു നമുക്ക് കിട്ടിയത്.